നമസ്കാരം, ഞാൻ സന്തോഷ് ടൂൾവണ്ടി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഗറാഷ്യൻ ബിസിനസ് ഓണേഴ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഗറാഷ്യൻ മേഖലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളൊരു സെയിൽസ് പോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും മിക്ക നടക്കുന്നത്. നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് ആണെങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യവും അല്ലേ, നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പുതിയ തലമുറ ഗറാഷുകളെല്ലാം തന്നെ അവരവരുടേതായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരവരുടെ എഫിഷ്യൻസിയും പ്രൊഫഷ്യൻസിയും വെളിവാക്കുന്ന കാര്യങ്ങൾ അതിലൂടെ റെഫറൻസിലൂടെയും കസ്റ്റമേഴ്സ് വരുന്ന രീതിയിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ടൂൾ വണ്ടിയിൽ എപ്പോഴും എല്ലാ ഗറാഷുകളോടും പറയും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം എന്ന് പറയാറുണ്ട്. കുറേ പേര് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നില്ല, കുറേ പേര് അല്ലാതെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷേ എന്നതിനാലും നമ്മുടെ ലോക്കൽ ഗറാഷുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണ്ടത്തെ കാരണന്മാരുടെ ഒരു പഴമൊഴിയുണ്ട്, 10,000 പേരും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. അപ്പം നമ്മുടെ ഗറാഷുകൾ എല്ലാം ഉണ്ണികളാണ് എല്ലാവരും. കാരണം വെച്ചാൽ ഒന്നും നോക്കാനില്ല, എപ്പോൾ നോക്കിയാലും ഗറാഷുകൾ നിറച്ച് വണ്ടികളും പണിയുണ്ട്. പണിയെടുത്ത് കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് പണിയെടുക്കാനില്ല, നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ലെന്നേ. കാരണം എന്താ, അത്രയും വർക്കാണ് വരുന്നത്. പക്ഷേ ഈ കഥകളും ഈ സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും സംതൃപ്തി, വളർച്ച അത് 20% പേർക്ക് മാത്രമേ ഉള്ളൂ. വളരുന്നുമില്ല, സംതൃപ്തി ഇല്ല, അതിൽ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ടാണല്ലോ എല്ലാത്തിൻ്റെ മുമ്പിലും പഠിച്ചാൽ തീരാത്തത്ര ജോലിയുണ്ട്, എടുത്താൽ തീരാത്തത്രയുണ്ട്, ഇത്രയും പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ എന്നുള്ള കരച്ചിൽ, സൗഭാഗ്യം. അപ്പോൾ വർക്കെല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നില്ല എന്നാണ്. മുമ്പത്തെ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാങ്കുകൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യണേ, സിവിൽ സ്കോർ. നിങ്ങൾ എത്ര കോടീശ്വരനായാലും നിങ്ങളുടെ സിവിൽ കറക്റ്റ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പഠിക്കാത്ത കേൾക്കില്ല. അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് സിവിൽ സ്കോറും ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ സപ്ലൈസും ഞാൻ മര്യാദക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സിവിൽ മോശമാകുമ്പോൾ അവരെന്നെ ഒഴിവാക്കും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായ നമ്മുടെ സർവീസ് ആവശ്യമുള്ളവർക്ക് സർവീസ് കൊടുക്കുക, അതിന് യുക്തമായ പണം മേടിക്കുക, നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന്, കൂടുതലാണ് എന്ന് പറയുന്നതിലല്ല, കൂടുതലായാലും അതിന് വാല്യൂ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുക. അതിലൂടെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ അവർ നമ്മളുടെ കാശ് കൂടുതൽ കുറവൊന്നുമില്ല. ഇപ്പോൾ ടൂൾ വണ്ടിയുടെ കാറ്റഗറി കസ്റ്റമേഴ്സ് ഒന്നും ടൂൾ വണ്ടിയുടെ പ്രൈസിനെ കുറിച്ച് അത്രയും കൺസേൺഡ് അല്ല, ഒരു പരിധിവരെയൊക്കെ പറയുന്നല്ലാണ്ട്. കാരണം അവർക്ക് അതിനുള്ള സർവീസ് കിട്ടുന്നുണ്ട്. നമ്മളെല്ലാവർക്കും ഇപ്പോൾ പഴയ പോലെ സർവീസ് കൊടുക്കുന്നില്ല, നമ്മളും ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങളും ഫിൽട്ടർ ചെയ്യണം. അതിലൂടെ നമുക്ക് മനസ്സമാധാനവും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിലൂടെ നമ്മൾ വളരും.